പത്തരമാറ്റിലാണെങ്കിൽ അവന്തികയെ പിടികൂടുന്ന നവ്യയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവ്യയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന്തിക അനിയെ ചതിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം നമ്മുടെ നവ്യയുടെ മനസ്സിൽ ഉദിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് അവന്തികയാണെങ്കിൽ ആരും അറിയാതെ അവരുടെ അച്ഛൻ്റെയും അബിയുടെയും ഒക്കെ കൂടെയാണോ എന്നൊരു ചിന്ത നവ്യയുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അഭി തന്നെയാണ് നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവന്തിക നമ്മുടെ പക്ഷത്താണ്, അവൾ ഒരിക്കലും നമുക്കെതിരല്ല എന്ന് പറയുന്നത് നവ്യയുടെ മനസ്സിൽ ഉണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യയാണെങ്കിൽ അവന്തികയുടെ നീക്കങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. ഒടുവിൽ അവന്തിക അവളുടെ അച്ഛനോട് സംസാരിക്കുന്നത് കാണാം. ഇവിടെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ നവ്യ. നാഗേന്ദ്രനാണ്, അതായത് അബിയുടെ അച്ഛനാണ് ശത്രു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവന്തിക അച്ഛനോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നവ്യയ്ക്കും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവള് അനന്തപുരിയെ തകർക്കാനായിട്ടും മൂർത്തീസ് ജ്വല്ലറിയെ നശിപ്പിക്കാനായിട്ടും ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന നവ്യനെങ്കിൽ അവന്തികയെ പിടികൂടാനായിട്ട് ശ്രമിക്കുന്നു. ഇതേ സമയം അവന്തിക നവ്യയെയും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നവ്യയുടെ ചെറിയ മാറ്റമൊക്കെ അവന്തിക ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും പ്രേക്ഷകരെ. എന്തായാലും അവന്തികയുടെ ചതി നമ്മുടെ നവ്യ തിരിച്ചറിയുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ്